കേരളം കർഷകരെ മറന്നോ എന്ന ഫാർമർ ഫെസ്റ്റിൻ്റെ അന്വേഷണം ഇന്ന് എത്തിയിരിക്കുന്നത് ശാന്തസുന്ദരമായ നിളാതീരത്താണ്. ഇന്ന് നമ്മോടൊപ്പം ഒരു വിശിഷ്ട വ്യക്തിയുണ്ട്. പ്രശസ്ത സിനിമാ സംവിധായകനും കർഷകനുമായ ശ്രീ ലാൽജോ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിനോട് നമുക്ക് കൃഷിയെക്കുറിച്ച്, കർഷകരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. നമസ്കാരം. സർ, സമൂഹത്തിൽ കർഷകരുടെ സ്ഥാനം എന്താണ്? അവരെല്ലാ അർത്ഥത്തിലും ഒന്നാമതെത്തേണ്ടതല്ലേ? കർഷകരില്ലെങ്കിൽ നാടുമില്ല, നമ്മളുമില്ല. ഇപ്പോൾ കേരളത്തിൽ കർഷകർക്ക് കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ കൃഷിയിൽ നിന്നൊരു ഉപജീവന മാർഗമായിട്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ് തമിഴ്നാടിനെയും മറ്റ് നാടുകളെയൊക്കെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. കർഷകരെ നന്നായി കൊണ്ടു നടക്കാത്തതിൻ്റെ ശിക്ഷ ആണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരം അസുഖങ്ങളാണ്. ഇപ്പോൾ ക്യാൻസർ. ഇന്നെൻ്റെ ഭാര്യയുടെ സ്കൂളിലൊരു ടീച്ചർ 40 വയസ്സ് കഷ്ടി പ്രായമായിട്ടുണ്ട്. അവരിന്ന് മരിച്ചു ക്യാൻസറായിട്ട്. നമ്മൾ മുൻപ് എവിടെയോ ഒരാൾക്ക് സംഭവിക്കുന്ന കാര്യമായിരുന്നു ക്യാൻസർ. നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ അടുത്ത് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ജെയിംസ് ആൽബർട്ടിൻ്റെ ഭാര്യ മരിച്ചു. 50 വയസ്സുള്ളൂ, സ്കൂൾ ടീച്ചറാണ്. അപ്പം ഇത് മുഴുവൻ നമ്മളുടെ ഭക്ഷണത്തിന് വലിയൊരു പങ്കുണ്ട്. അല്ലാത്ത റീസൺസും ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ ഭക്ഷണത്തിന് വലിയൊരു പങ്കുണ്ട്. കർഷകനെ കെയർ ചെയ്യാത്തതിൻ്റെ ശിക്ഷയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പച്ചക്കറി കൃഷി, അരിയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായില്ലെങ്കിൽ പുറമേന്ന് വരുമ്പോൾ ഇതിനെ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപകടകരമായിട്ടുള്ള കെമിക്കലുകൾ അവർ ഉപയോഗിക്കും. പിന്നെ മായം. അതൊന്നും തടയാൻ ഇവിടെ ഒരു മാർഗ്ഗമില്ല. ഞാനിവിടെ പറമ്പിൽ വാഴയും ഇതൊക്കെ വയ്ക്കും. അപ്പോൾ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ പാലക്കാട്ടുകാരായിട്ടുള്ള കുറേ പണിക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓല വെട്ടി ഇടുന്നതും നനയ്ക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് ഇതുകൊണ്ടൊന്നും മുതലാവില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പാലക്കാട് കർഷകനായിരുന്നു. മൂപ്പര് കൃഷി നിർത്തിയിട്ട് ഇപ്പോൾ വാർക്കപ്പണിക്ക് പോവാം. ഇതൊരു ദിവസം 10,200 രൂപ ശമ്പളം കിട്ടും. അപ്പോൾ ആ പൈസ നമ്മുടെ കയ്യിലുണ്ടാവും. മറ്റേത് പറമ്പിൽ പണിയെടുത്തിട്ട് പണിക്കാശ് ഒക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എനിക്കൊരു സൂത്രം ഉപദേശിച്ചു തന്നു. അയാളാണ് പറഞ്ഞു തരുന്നത്. എനിക്ക് വിലയൊന്നും അറിയില്ല. കാന്താരി മുളകിന് കിലോയ്ക്ക് 1000 രൂപ വിലയുണ്ട്. നിങ്ങൾ ഈ വാഴയും തെങ്ങൊക്കെ വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കാന്താരി നടും, നിങ്ങൾക്ക് പണിക്കാശ് അതിൽ നിന്ന് കിട്ടും എന്ന് പുള്ളി പറഞ്ഞു തന്ന ഐഡിയയാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രസ്ഥാനങ്ങൾ കർഷകരുടെ കാര്യങ്ങളും ഈ ഇടനിലക്കാരുടെ ഒരു കൊള്ളയും ഒക്കെ ഒഴിവാക്കാൻ രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ആളുടെ കഥ പറഞ്ഞു കേട്ടത്, പാലക്കാട് അയാൾ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് കറിവേപ്പിൽ, അതിന് ഭയങ്കര ഡിമാൻഡ്, ഡെയിലി ആവശ്യമുള്ള സാധനമാണല്ലോ എന്ന് പറഞ്ഞിട്ട് കറിവേപ്പ് നട്ട് പിടിപ്പിച്ചു അയാളുടെ തൊടിയിൽ മുഴുവൻ. പക്ഷേ അയാൾ ഈ കറിവേപ്പ് നല്ല പുത്തൻ ഒരു കെമിക്കൽ ഉപയോഗിക്കാത്ത കറിവേപ്പിലെ വണ്ടി ജീപ്പിലിട്ടിട്ട് എല്ലാ കടകളിലും ചെന്ന് ഒരാൾ മേടിച്ചില്ല. കാരണം അവർക്ക് മുതലാവില്ല, ഇത് കൊഴിഞ്ഞു പോവും. കൊഴിയാത്തതാണ് അവർ മേടിക്കുന്നത്. അപ്പോൾ ഇയാൾ വെച്ച് നിങ്ങളുടെ വീട്ടിലും ഇത് തന്നെയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കർഷകരെ ശ്രദ്ധിക്കാതെയും കെയർ ചെയ്യാതെയും ഇരിക്കുന്നതിന് വലിയ വില രാജ്യം കൊടുക്കേണ്ടി വരും, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.